ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വാഷ് ബേസിൻ്റെ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇത് സൈറ്റിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സൈറ്റിൽ നിന്നാണ് നമ്മൾ ബാക്കി വർക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഭാഗം ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പഴയൊരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ വാഷ് ബേസിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഈ ടൈൽസ് വരുന്ന ഭാഗത്തിൻ്റെ നേരെ ടോപ്പിലായിട്ട് കൗണ്ടറിൻ്റെ ടോപ്പിലായിട്ട് തന്നെ നമ്മളൊരു PVC ഷീറ്റിൻ്റെ പാനൽ, ഒരു ലൂവർ പാനൽ വരുന്നുണ്ട്. അപ്പോൾ ആ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രെയിം വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയിട്ട് നമ്മൾ ടോപ്പ് വശത്ത് നമ്മളിതിലേക്ക് സീലിങ്ങിൻ്റെ പാനൽ അടിക്കാനുള്ള രീതിയിൽ നമ്മളവിടെ ചാനൽ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യണതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഇത് PVC ലാമിനേറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഷീറ്റും ഡോറും എല്ലാം ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്തെ കൗണ്ടറിൽ. ഇനി ഇതിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പാനലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യണത്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ലൂവർ പാനലാണ്. ഈ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് വശം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2-3 ടൈപ്പ് കളറ് ഈ ഷീറ്റ് വരുന്നുണ്ട്. അതിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വുഡൻ ടൈപ്പ് കളറ് ഷീറ്റാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽസാണ്. അത് ഇങ്ങനെ 3 കളറിലായിട്ട് ഈ ഷീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഹൈറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാ സീലിംഗ് പാനൽ അടിക്കണ ഒരു മെത്തേഡ് തന്നെയാണ് ഈ വർക്കിനും വരുന്നത്. അപ്പോൾ അതിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഷീറ്റ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അടുത്തത് ലോക്കായിട്ട് ഇങ്ങനെ പോണ സെയിം ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഈ വർക്കിനും വരുന്നത്. ഇപ്പോൾ നമ്മൾ 2 പാനൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 10 അടി നീളം 12 ഇഞ്ച് വീതിയാണ് ഈ ഷീറ്റിന് വരുന്നത്. 2 ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് താഴ്ഭാഗത്ത് ടൈൽസിൻ്റെ ഭാഗത്ത് ക്ലിയർ സിലിക്കോൺ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടൈൽസ് വരുന്ന ഭാഗത്ത്, ബാക്കി നമ്മൾ ചാനലടിച്ച ഭാഗത്ത് സ്ക്രൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്യണത്. നമുക്കിവിടെ ഒരു L ടൈപ്പാണ് ഇത് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടൈൽസ് ചുമരുന്ന് തള്ളി നിൽക്കുന്ന കാരണം കൊണ്ടാണ് ടൈൽസിൻ്റെ ഭാഗത്ത് ഫ്രെയിം അടിക്കാതെ ടൈൽസിൻ്റെ കനം ക്ലിയർ ആക്കിയിട്ട് ചുമരിൽ മാത്രം നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഷീറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താഴ്ഭാഗത്തുള്ള ടൈൽസ് നമുക്ക് കാണാത്തൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ടൈൽസ് കുത്തിപ്പൊളിച്ച് കളയണ്ട എന്നുള്ള രീതിക്കാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലുള്ള ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വർക്കുകൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലിൽ വാഷ് ബേസിൻ്റെ തന്നെ ഒരു 2-3 മോഡൽ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ സ്ക്രീനിൽ ഐ ബട്ടണിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലൊരു മിററും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സ്ക്രൂ വെച്ചിട്ട് ഒന്ന് ഹാങ് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം അത് ഫുള്ളായിട്ട് സിലിക്കോൺ അടിച്ചിട്ടാണ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ മിററിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഹുക്ക് മിററിൽ നിന്ന് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ നിൽക്കുന്ന ഭാഗം നമ്മൾ പാനലിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പാനലിലേക്ക് മിറർ കറക്റ്റ് മുട്ടിച്ച് നിർത്തുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ സിലിക്കോണും കൂടി അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 രീതിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അടിഭാഗത്തും സിലിക്കോൺ അടിച്ചിട്ട് തന്നെയാണ് വാഷ് ബേസിനെ കൗണ്ടറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ യൂണിറ്റിന് തൊട്ടായിട്ട് തന്നെ ഒരു ബാത്റൂം ഡോർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലാസ് ഡോറാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിററിൻ്റെ ടോപ്പിലായിട്ട് തന്നെ നമ്മളൊരു ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.